എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതികളിൽ ഒന്നായിരുന്ന പുതുതായിട്ട് മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. ഈ ധനസഹായത്തിൽ ഏപ്രിൽ മാസം ഇലക്ഷൻ പശ്ചാത്തലത്തിലും എന്നാൽ മെയ് മാസം പ്രത്യേകം അറിയിപ്പുകൾ കൂടാതെയും 2 ഗഡുക്കളാണ് നമുക്ക് മുടങ്ങിയിരിക്കുന്നത്. ഈ സമയത്ത് പദ്ധതി നിർത്തുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. കാരണം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പദ്ധതികളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ സംശയിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും നിലവിൽ വരുന്ന സൂചനകൾ പ്രകാരം 16 ലക്ഷത്തോളം വീട്ടമ്മമാരെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് വേണ്ടിയുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ കയറിയിറങ്ങി അപേക്ഷ സമർപ്പിച്ചവരാണ്. അതുമാത്രവുമല്ല, നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അപേക്ഷ അപ്രൂവലായത്. നിലവിൽ പദ്ധതി ഒക്ടോബർ മാസമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും നവംബർ ഡിസംബർ എല്ലാം പിന്നിട്ട് ജനുവരി മാസമൊക്കെ ആയപ്പോഴാണ് അപേക്ഷകൾ തുടങ്ങിയത്. അതിനുശേഷം ഇത് അപ്രൂവൽ ആകുന്നതിലും കാലതാമസം എടുത്തു. അപ്രൂവൽ ആയവർക്ക് 2 ഗഡുക്കൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയിൽ ജൂൺ 19 വരുന്ന സംസ്ഥാന ബജറ്റിൽ സംസ്ഥാന സർക്കാർ അത് ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് വേണ്ട അലോക്കേഷനുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഫണ്ട് അനുവദിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. വീട്ടമ്മമാരെ സംബന്ധിച്ച് 35-ാം വയസ്സിൽ ഈ പദ്ധതിയിലേക്ക് ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുമാത്രവുമല്ല 60 വയസ്സ് വരെ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നതാണ്. 60-ന് ശേഷം സർക്കാർ നൽകുന്ന മറ്റ് പെൻഷൻ പദ്ധതികളിലേക്ക് അപേക്ഷ വെച്ച് മാറുന്നതിനും അവസരമുണ്ട്. കാരണം 60 വയസ്സ് വരെ മാത്രമാണ് ഈ പദ്ധതിയുടെ ധനസഹായം ലഭിക്കുന്നത്. ഇത് BPL AOI റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന സഹായമായിരുന്നു. 30 ലക്ഷത്തോളം പേര് പ്രതീക്ഷിച്ചിരുന്ന ഈ പദ്ധതിയിൽ 18 ലക്ഷത്തോളം പേരാണ് നിലവിൽ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുമാത്രവുമല്ല, നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള ധനസഹായം, അതായത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും കുടിശ്ശികയാണ്. അത് ഒരുപക്ഷെ ബഡ്ജറ്റിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബഡ്ജറ്റിന് ശേഷമായിരിക്കാം. ബഡ്ജറ്റിന് മുൻപ് 1 ഗഡുവെങ്കിലും വിതരണം ചെയ്യുവാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയമ തടസ്സങ്ങൾ ഉണ്ടാവുന്നതല്ല എന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഇനി അത് മാത്രമല്ല, ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഒരുപാട് APL വിഭാഗത്തിലെ ഗുണഭോക്താക്കളെ കൂടി പ്രവേശിപ്പിക്കണമെന്നും അവർക്ക് കൂടി അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാന സർക്കാർ പരിഗണിക്കുമോ എന്നുള്ള കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ജൂൺ 19-ാം തീയതിയാണ് ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ഏകദേശം 3 ആഴ്ചത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതിനു മുൻപ് തന്നെ 1 ഗഡു വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെടുത്തിയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ ക്ഷേമ പദ്ധതിയുടെ തുക വിതരണമോ ഇത് സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ അറിയിപ്പുകളോ നമുക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.